കാരണം ഗോൾഡ്മാൻ സാക്സ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 7% നിന്ന് 5.9% വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ധനം തീർന്ന് വഴിയിൽ കിടക്കാരായൊരു വണ്ടിയിലേക്ക് എമർജൻസി ഫ്യൂവൽ ഒഴിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഈ വിദേശ മൂലധനം. രണ്ടാമതായി, വണ്ടി മുന്നോട്ടു പോകാൻ ഇന്ത്യയിലേക്ക് ഇനിയും ഒരുപാട് ഡോളർ ഒഴുകിയെത്തേണ്ടതുണ്ട്. ലോകത്തെ വൻകിട നിക്ഷേപകർ നോക്കുന്ന JP മോർഗൻ, FTSE പോലെയുള്ള ഗ്ലോബൽ ബോണ്ട് ഇൻഡെക്സുകളിൽ ഇന്ത്യൻ ബോണ്ടുകളുണ്ടെങ്കിലും വിദേശ നിക്ഷേപകർക്ക് ഇപ്പോഴുള്ള 20% നികുതി ശരിക്കും വലിയൊരു തടസ്സം തന്നെയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ഇന്തോനേഷ്യ പോലുള്ള മറ്റു രാജ്യങ്ങൾ നികുതിയൊന്നും ഈടാക്കാതിരിക്കുമ്പോൾ പിന്നെന്തിന് വെറുതെ ഇന്ത്യയിൽ വന്ന 20% നികുതിയടച്ച് വിദേശികൾ നഷ്ടം സഹിക്കണം, അല്ലേ? അവസാനമായി, ഈയൊരു വലിയ കടമ്പ മറികടക്കാൻ റിസർവ് ബാങ്കും ധനമന്ത്രാലയവും വിദേശ നിക്ഷേപകരുടെ നികുതി 20% നിന്ന് പഴയ 5%ലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാൻ ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. ഇത് നടപ്പിലായാൽ കോടിക്കണക്കിന് ഡോളർ നമ്മുടെ രാജ്യത്തേക്ക് ഒഴുകുകയും ഇപ്പോഴത്തെ സാമ്പത്തിക തളർച്ച മാറ്റാൻ അത് ഇന്ത്യയ്ക്ക് വലിയൊരു കരുത്തായി മാറുകയും ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കുതിച്ചുയരുന്ന എണ്ണവിലയും രൂപയുടെ തകർച്ചയും പ്രതിരോധിക്കാൻ വിദേശ ബോണ്ട് നിക്ഷേപകർക്കുള്ള ഈ നികുതിയിളവ് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീർത്തും ഒഴിവാക്കാനാവാത്ത ഒരു സാമ്പത്തിക